Question വായിക്കാം. Two forces F and 2F acting on a particle. If the first force is increased by 12 Newton and the second force is doubled, the direction of their resultant remains unchanged. Find the value of F. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫോഴ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിതിനൊരു ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുന്ന രണ്ട് ഫോഴ്സ് ഉണ്ട്, റിസൾട്ടൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം. ഇത് പാരലോഗ്രാം ലോ വെച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട് അല്ലേ, എഫും 2Fഉം എന്ന് പറഞ്ഞ രണ്ട് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാരലോഗ്രാം ലോയിൽ നമ്മൾ പി യും ക്യൂ ഒക്കെ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഞാൻ എഴുതുകയാണ്. ഫസ്റ്റ് ഫോഴ്സ് പി എന്ന് പറയുന്ന ഫസ്റ്റ് ഫോഴ്സ് തന്നിരിക്കുന്ന എഫ് ആണ്, അതിനെ ഞാൻ പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അടുത്തത് സെക്കൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, 2F ആണെന്നും തന്നിട്ടുണ്ട്. ഇനി പറയുന്നത് ഈ ഫസ്റ്റ് ഫോഴ്സിൻ്റെ കൂടെ 12 ന്യൂട്ടൺ ആഡ് ചെയ്യും, അതുപോലെ തന്നെ സെക്കൻഡ് ഫോഴ്സ് ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് സെക്കൻഡ് ഫോഴ്സ് ഞാൻ ഇപ്പോൾ പീന് പകരം പി ഡാഷ് എന്ന് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഫോഴ്സിനെ 12 ന്യൂട്ടണും കൂടെ ആഡ് ചെയ്തു, അതുപോലെ തന്നെ സെക്കൻഡ് ഫോഴ്സിനെ ഡബിൾ ചെയ്തു. ഡബിൾ ചെയ്യാന്ന് വെച്ചാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് സെക്കൻഡ് ഫോഴ്സ് 4F ആയിട്ട് മാറി. അപ്പോൾ ഇത് രണ്ട് കേസാണ്. ഇത് ഫസ്റ്റ് കേസിൽ പീൻ്റെ വാല്യൂ എത്രയാണ്, എഫ് ആണ്. ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2F ആണ്. സെക്കൻഡ് കേസിൽ പീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് F+12 ആണ്. ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4F ആണ്. സെക്കൻഡ് കേസിൽ ഫോഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ, എന്നാലും റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് രണ്ട് കേസിലും സെയിം ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫിൻ്റെ വാല്യൂ എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. റിസൾട്ടിൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ ആ ഒരു ആംഗിളാണ് അല്ലേ, റിസൾട്ടിൻ്റെ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ്. അത് നമ്മൾ ആൽഫ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഈ ഒരു ഫോഴ്സ് പിയും ഈ ഒരു ഫോഴ്സ് ക്യൂവും ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റിസൾട്ടൻറ്റും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്, തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്നതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റിൽ പറയുന്നത് എന്താണ്, രണ്ട് കേസിലെയും ഈ റിസൾട്ടിൻ്റെ ഡയറക്ഷന് സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡയറക്ഷൻ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ഈ ആൽഫാൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ആൽഫാൻ്റെ ഇക്വേഷൻ, ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ആൽഫാൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ ഫസ്റ്റ് കേസിൽ എങ്ങനെയാണ് ആൽഫാൻ്റെ ഇക്വേഷൻ വരുന്നത്, ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. നമുക്കത് എഴുതാം. ഫസ്റ്റ് കേസിൽ ആൽഫാൻ്റെ വാല്യൂ ആണ് എഴുതുന്നത്. ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 2F ആണ് അല്ലേ. അപ്പോൾ 2F സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി എന്ന് പറയുന്നത് എഫ് ആണ്, F+Q കോസ് തീറ്റ, അതായത് 2F കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിലെ ആൽഫാൻ്റെ വാല്യൂ കിട്ടി. അതുപോലെ തന്നെ സെക്കൻഡ് കേസിലെ ആൽഫാൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും, ഇതേ ഇക്വേഷൻ സെയിം തന്നെയാണ് അല്ലേ. നമുക്ക് നോക്കാം. ടാൻ ഇൻവേഴ്സ് ക്യൂവിന് പകരം എന്ത് കൊടുക്കുക, 4F എന്ന് കൊടുക്കുക. ക്യൂവിന് പകരം 4F കൊടുത്തു. 4F സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. പീന് പകരം F+12 എന്ന് എഴുതുക. F+12 പ്ലസ് ക്യൂ കോസ് തീറ്റ, അതായത് 4F ഇൻറ്റു കോസ് തീറ്റ. അപ്പം ഇത് സെക്കൻഡ് കേസിലെ ആൽഫാൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റിൽ പറയുന്നത് എന്താണ്, രണ്ട് കേസിലെയും ആൽഫ എന്ന് പറയുന്നത് സെയിം ആണ്, റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് കേസിലെ ആൽഫയും സെക്കൻഡ് കേസിലെ ആൽഫയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലും ടാൻ ഇൻവേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് അങ്ങ് ക്യാൻസലായി പോകും. പിന്നെ ബാക്കിയുള്ളത് ഈ ഒരു ടേമും ഈ ഒരു ടേമും ആണ്. ബാക്കിയുള്ള ടേമിനെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നോക്കിയേ, ഇവിടെ ഒരു 2F സൈൻ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു 4F സൈൻ തീറ്റ ഉണ്ട്. അപ്പോൾ ഈ ഒരു 2F സൈൻ തീറ്റയും ഈ ഒരു 4F സൈൻ തീറ്റയും കൂടെ നമുക്ക് വെട്ടിക്കളയാനായിട്ട് പറ്റും. ബാക്കി ഇവിടെ റിമൈനിങ് ആയിട്ട് വരുന്നത് 2 എന്ന് പറയുന്ന ഒരു ടേമാണ് അല്ലേ. ഇനി ഇതിനെ സോൾവ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ 2 ഇൻറ്റു F+2F കോസ് തീറ്റ എന്ന് വരും. 2നെ ബ്രാക്കറ്റിനുള്ളിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2F + 4F കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ടേമിലും 4F കോസ് തീറ്റ ഉണ്ട് അല്ലേ. ഇത് രണ്ടും ക്യാൻസലായി പോകും. പിന്നെ ബാക്കി ഇവിടെ ഉള്ളത്
12 ഈസ് ഈക്വൽ ടു 2f എന്ന് കിട്ടും. ഈ എഫിനെ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ 2f മൈനസ് എഫ് എന്ന് വരും. സോറി, വീഡിയോയിൽ ഇത് കവർ ആയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അതായത് എന്താണ് ഇവിടെ ചെയ്തത്, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഒരു ടേമിന് അതുപോലെ തന്നെ ഇവിടെ എഴുതി. പിന്നെ 2 ഇൻറ്റു ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 2 ഇൻറ്റു ഇത് ചെയ്യുക. അപ്പോൾ അതാണ് 2f പ്ലസ് 4f പോസിറ്റീവ് എന്ന് പറയുന്നത്. 4f പോസിറ്റീവ് 4f പോസിറ്റീവ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, രണ്ട് സെയിം ആണ്. പിന്നെ ബാക്കിയുള്ളത് എന്താണ്, എഫ് പ്ലസ് 12 ഇസ് ഈക്വൽ ടു 2f എന്ന് പറയുന്ന ഈ ഒരു ടേമാണ്. ഇനിയും ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ. എങ്ങനെയാണ്, 12 ഇവിടെ കിടക്കട്ടെ, ഈ എഫിനെ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അതായത് 2f മൈനസ് എഫ് എന്ന് വരും. അതായത് എഫ് ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി, 12 ന്യൂട്ടൺ എന്ന് കിട്ടി. മനസ്സിലായോ? എഫിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി, 12 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇതായിരുന്നു ക്വസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്.